10,000 രൂപ ബഡ്ജറ്റിനുള്ളിൽ നിങ്ങളൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു മോഡലായിരിക്കും ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു മോഡൽ നമുക്ക് 5G ആണ് കിട്ടുന്നത്. അതുമാത്രമല്ല ഇതിൽ നമുക്ക് ഗ്ലാസ് ബാക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ കിട്ടാത്തൊരു ഓപ്ഷനാണിത്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് POCO M6 PRO എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഡീറ്റെയിൽസ് നടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗ്ലാസ് ബാക്കും കാര്യങ്ങളും വരുന്നുണ്ട്. അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളാണ് സൈഡിൽ വരുന്നത്. അതുപോലെ ഒരു സ്ക്വയർ ബേസ്ഡ് ആയുള്ള ഷേപ്പും കാര്യങ്ങളും ബാക്ക് സൈഡിൽ കാണാൻ പറ്റും. അതിലാണ് നമ്മുടെ ഡ്യുവൽ ക്യാമറ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത്. അതും 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഏകദേശം ഒരു 4 ലക്ഷത്തിനടുത്ത് ഇതിൻ്റെ AnTuTu സ്കോറും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്കോർ ഓക്കെ ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം പവർഫുൾ ആയുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. 4GB റാമും അതുപോലെ 6GB റാമും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. LPDDR4Xൻ്റെ റാമാണ് ഇതിൽ വരുന്നത്. അതുപോലെ നമുക്ക് 64GB സ്റ്റോറേജ് വേരിയൻറ്റും അതുപോലെ 128GB സ്റ്റോറേജ് വേരിയൻറ്റും ആണ് വരുന്നത്. UFS 2.2 ആണ് ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ ഗെയിം കളിക്കുന്ന സമയത്ത് HD ഫുൾ സെറ്റിംഗ്സിലിട്ട് കളിക്കാൻ പറ്റും. അതുപോലെ ഏകദേശം 30 FPS വരെ മാക്സിമം നമുക്ക് ഫ്രെയിം റേറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഡീസൻ്റ് ആയുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ഗെയിം കളിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 അതുപോലെ MIUI 14 ആണ് കിട്ടുന്നത്. ലേറ്റസ്റ്റ് ആയുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഈ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന സമയത്ത് അത് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. ഒന്നെങ്കിൽ അതിൻ്റെ പ്രീവിയസ് വേർഷനായുള്ള ഒന്നെങ്കിൽ Android 12 ഒക്കെ ആയിരിക്കും വരുന്നത് ഈ ഒരു കാറ്റഗറിയിൽ. ബട്ട് ഇപ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിനകത്ത് 2 വർഷത്തെ വോയിസ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളും അവൈലബിൾ ആണ്. പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന ക്ലൗഡ് ബേസും കാര്യങ്ങളുണ്ട്. അതുപോലെ നമുക്ക് പ്രീ ഇൻസ്റ്റാൾ ഉള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. 6.79 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 90 Hz ആണ് റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നത്. അതുപോലെ നമുക്ക് 550 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളും വരുന്നുണ്ട്. 144 Hz ടച്ച് സാമ്പിൾ റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഡിസ്പ്ലേ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ IPS LCD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. എങ്കിലും നല്ല വ്യൂയിങ് ആംഗിളും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. ഡ്യുവൽ ക്യാമറ സിസ്റ്റം ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 50 MBൻ്റെ ഒരു മെയിൻ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 2 MBൻ്റെ ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. 8 MP സെൽഫി ക്യാമറ കാര്യങ്ങൾ വരുന്നുണ്ട്. 1080p and 30 FPS ആണ് മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നത്. 5000 mAh ബാറ്ററിയും അതുപോലെ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ സപ്പോർട്ട് ആവുന്നുണ്ട്. അഡാപ്റ്റർ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ആവുന്നത്. മോണോ സ്പീക്കർ സിസ്റ്റം ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് 3.5 mm ഓഡിയോ പോർട്ടും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. 7 5G ബാൻഡ്സ് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മോഡലിൽ സപ്പോർട്ട് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പോകുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു ബെറ്റർ ആയുള്ള ഒരു 5G സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. നല്ലൊരു പവർഫുൾ ആയുള്ള ചിപ്സെറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ലൊരു ഡിസ്പ്ലേ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ക്യാമറ നോക്കുകയാണെങ്കിൽ അത്ര ബെറ്റർ ആയുള്ള ഒരു ക്യാമറ അല്ലെങ്കിൽ കൂടി ഒരു ഡീസൻ്റ് ആയുള്ള പെർഫോമൻസ് കാര്യങ്ങൾ തരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഒരു നോർമൽ യൂസിനൊക്കെ ഇത് ഓക്കെ ആയിട്ടുള്ളൊരു മോഡലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ലൈറ്റ് ആയുള്ള ഗെയിമിങ് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓവറോൾ പെർഫോമൻസ് ഒക്കെ ഓക്കെ ആയുള്ള രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ ലൈക്ക് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.